പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ പേര് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുക്കി തന്ന സാവകാശങ്ങൾക്ക് കർത്താവിന് മഹത്വം. ചില മരുഭൂമി പോലെയുള്ള അവസ്ഥകൾ, വറ്റി വരണ്ട, സഹായിക്കാൻ ആരുമില്ലാത്ത, താങ്ങുവാൻ ആരുമില്ലാത്ത, നല്ല വാക്കുകൾ പറയുവാനില്ലാത്ത ചില മരുഭൂമി പോലെയുള്ള അവസ്ഥകൾ നമ്മളുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മരുഭൂമി പോലെയുള്ള അവസ്ഥകളിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിലും ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. വളരെ പരിചിതമേറിയ തിരുവചന ഭാഗമാണെന്ന് വായിച്ചു കേട്ടത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൻ്റെ പിതാവായ ദൈവം യേശുവിനെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം. 4-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യേശുവിനെ പിതാവായ ദൈവം വ്യത്യസ്ത നിലയിൽ സ്വർഗം തുറന്ന് എല്ലാവരും വിളിച്ച പേരിനേക്കാളും അപ്പുറമായി മാന്യത കൊടുത്ത് വിളിക്കുന്ന പേരാണ് 1-ാം വാക്യത്തിൽ കാണുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു. അപ്പോൾ യോർദാനിലേക്ക് ചവിട്ടി ഇറങ്ങുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. പ്രിയരേ, ലോകം നമ്മെ എന്തു പറയുന്നു എന്നുള്ളതല്ല, ലോകം നമ്മെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല. ലോകത്തിൻ്റെ മുമ്പിൽ നാം നിന്ദിതരായിരിക്കാം, ലോകത്തിൻ്റെ മുൻപിൽ നാം അപമാനിക്കപ്പെട്ട പരിഹാസ വിഷയമായിരിക്കാം. നിശ്ചയമായും ലോകത്തിൻ്റെ കണ്ണുകളിൽ കൂടെ നമ്മെ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാം ഒരു നിന്ദിതരായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണിൽ നാം നിന്ദിതരല്ല, ഏറ്റവും മാന്യരാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പലരും വേദനയോടെ പറയുന്ന ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ വിളിക്കാനിറങ്ങി, ദൈവത്തെ ആരാധിക്കാനിറങ്ങി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, എനിക്ക് എല്ലാവരും എതിരായി, ആരും എൻ്റെ കൂടെയില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ ജീവിതത്തിൽ യേശുവിൻ്റെ വ്യത്യസ്ത തലങ്ങളിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. തച്ചൻ പുത്രനാണെന്നും അപ്പനില്ലാതെ ജനിച്ചവനാണെന്നും ഇത്യാദി പേരുകൾ വിവിധ തലങ്ങളിൽ മറ്റുള്ളവർ അവനെ പരിഹാസ വിഷയമായി പറയുന്നത് നമുക്ക് കാണാം. എങ്കിലും അതിനോടൊന്നും പ്രതികരിക്കുന്ന ഒരു യേശുവിനെ അല്ല നാം കാണുന്നത്. അതിനോട് പ്രതികരിക്കാതിരുന്നത് കൊണ്ട് അവന് വേണ്ടി, യേശുവിനു വേണ്ടി പ്രതികരിക്കുന്ന ഒരു സ്വർഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അതേ പ്രിയരെ, ഇന്നീ ശബ്ദം പറയുമ്പോൾ ദൈവിക ശബ്ദം താങ്കളോട് പറയുന്നൊരു ദൂതുണ്ട്. നാം മിണ്ടാതെ ഇരിക്കുന്നിടത്ത്, നമ്മെ പരിഹസിക്കുമ്പോൾ, നമ്മെ അപമാനിക്കുമ്പോൾ, നമ്മെ മാറ്റി നിർത്തുമ്പോൾ, നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മെ ഉപേക്ഷിക്കാത്ത, മാറ്റി നിർത്താത്ത, പരിഹസിക്കാത്ത, നമ്മെ കുറ്റം പറയുന്നവരുടെ നടുവിൽ ഉയർത്തുന്നൊരു ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മാറ്റി നിർത്തുന്നവർ മാറ്റി നിർത്തിക്കോട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ. ഒരു ചെറുപുഞ്ചിരിയോട് അതിനെ സ്വീകരിച്ച് ആമേൻ കർത്താവേ, ആമേൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുക. നിശ്ചയമായി താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. പ്രൈസ് ഗോഡ്. ഇവിടെ വായിക്കുന്നത്, യേശു കർത്താവിനെ യോർദാനിലേക്ക് കാൽ ചവിട്ടി ഇറങ്ങുന്ന യേശുവിനെ പിതാവായ ദൈവം സ്വർഗം തുറന്നിട്ട് വിളിക്കുന്നവൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒത്തിരി പരിഹാസങ്ങളും നിന്ദകളും അപവാദങ്ങളും അപമാനങ്ങളും കേട്ട താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു, താങ്കളെ വിളിച്ച് ആ പേരുണ്ടല്ലോ മാറ്റിപ്പറയിപ്പിക്കുന്നൊരു സമയം വരും. താങ്കളെ അപമാനിച്ച് മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ചേർത്തു നിർത്തുന്നൊരു സമയം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? യോർദാൻ വിട്ടു മടങ്ങിയ യേശുവിനെ നടത്തി.
മരുഭൂമിയിൽ നമുക്കറിയാം, വറ്റി വരണ്ട വെള്ളമില്ലാത്ത മരുഭൂമി, ആരുമില്ലാത്ത മരുഭൂമി, ഒറ്റപ്പെടലിൻ്റെ മരുഭൂമി, പരീക്ഷിക്കപ്പെടലിൻ്റെ മരുഭൂമി ഇത്യാദി അനുഭവങ്ങളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, മരുഭൂമി ഒരുങ്ങിയതിൻ്റെ പിന്നിൽ ആത്മാവിൻ്റെ ശക്തി അങ്ങയുടെ മേൽ പകരാനുള്ള ദൈവിക പദ്ധതിയാണ്. ചില മരുഭൂമിയിൽ നാം വാടിപ്പോകുമോ, ചില മരുഭൂമിയിൽ നാം വീണു പോകുമോ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ മരുഭൂമി എനിക്ക് സഹിച്ചുകൂടാ എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ വന്നേക്കാം. ഈ മരുഭൂമിയിൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചോദിക്കുന്ന ചില സാഹചര്യങ്ങൾ മുൻപിൽ വന്നേക്കാം. ഈ മരുഭൂമി തന്നതിൻ്റെ പിന്നിൽ, ഈ മരുഭൂമിക്കകത്ത് അസാധാരണമായത് തങ്ങളുടെ മേൽ കൈമാറാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അതെ, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. 3 പരീക്ഷകൾ യേശുവിൻ്റെ നേരെ അഴിച്ചുവിടുകയാണ്. തൻ്റെ ശരീരത്തിൻ്റെ 40 ദിവസത്തിൻ്റെ ഉപവാസത്തിന് ശേഷം തൻ്റെ ശരീരം ബലഹീനമാണെന്ന് കണ്ട് ആ പരീക്ഷ അഴിച്ചുവിടുന്നു. അതേ, നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ മറുപടി, എന്നാൽ ഞാൻ അപ്പമാക്കാമെന്നല്ല, മറിച്ച് യേശു പറയുന്നു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. അതേ, വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അടുത്തത് പറയുന്നു, ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടാൻ പറയുന്നു. അടുത്ത പരീക്ഷ പറയുന്നത്, ഇത് മുഴുവനും എൻ്റെതാണെന്ന്, മുഴുവനും നിനക്ക് തരാ, എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചു. അങ്ങനെ 3 പരീക്ഷകൾ മരുഭൂമിയിൽ. പ്രിയരെ, മരുഭൂമി ചില പരീക്ഷിക്കപ്പെടലിൻ്റെ അനുഭവങ്ങൾ താങ്കളുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ആ മരുഭൂമിക്കകത്തുനിന്ന് വലിയൊരു കൃപ ഏറ്റെടുക്കാനും വലിയൊരു ദൈവപ്രവൃത്തി താങ്കളുടെ വെളിപ്പെടുത്താനും ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ യോർദാൻ വിട്ടുമടങ്ങി യേശു മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ നടത്തിയെന്ന് അവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും ഇല്ലാത്തൊരു മരുഭൂമി താങ്കളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, എല്ലാവരും അനുഭവിക്കാത്ത, എല്ലാവരും സഞ്ചരിക്കാത്ത മരുഭൂമിയിലൂടെ അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഓർത്തോ, മറ്റുള്ളവരെ ഉപയോഗിക്കാത്ത നിലയിൽ, മറ്റുള്ളവരിൽ പകരാത്ത നിലയിലുള്ള ദൈവപ്രവൃത്തി താങ്കളിലൂടെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ വെളിപ്പെടുത്തും. 14-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പൊ ആത്മാവിന്റെ ശക്തി പ്രാപിക്കാനാണ് ചില മരുഭൂമി ഒരുങ്ങുന്നത്. മരുഭൂമിയിൽ തളരരുത്. മരുഭൂമിയുടെ അപ്പുറം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. മരുഭൂമിയിലൂടെയാണോ താങ്കൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറ്റപ്പെടലിന്റെ മരുഭൂമി, ഒറ്റപ്പെടലിന്റെ മരുഭൂമി, പരീക്ഷിക്കപ്പെടലിന്റെ മരുഭൂമി, ദാരിദ്ര്യത്തിന്റെ മരുഭൂമി, പ്രൈസ് ഗോഡ്, അമിഷ്ടോത്ര പരിഹാസത്തിന്റെ മരുഭൂമി, പരീക്ഷിക്കപ്പെടലിന്റെ പരിശോധനകളുടെ മരുഭൂമി ഇത്യാദി മരുഭൂമികളിലൂടെയാണോ സഞ്ചരിക്കുന്നത്? എല്ലാവരും മാറ്റി നിർത്തുന്ന മരുഭൂമിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഈ മരുഭൂമിയുടെ ഒക്കെ പിറകിലും ശക്തിയോടെ പ്രാർത്ഥിക്കാനും ആ പരീക്ഷകളെ ജയിക്കാനുമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? നിശ്ചയമായി ഈ മരുഭൂമി താങ്കളുടെ തളർച്ചയല്ല. ഈ മരുഭൂമി താങ്കൾ ദൈവശക്തി പ്രാപിക്കുന്ന സമയങ്ങളായി മാറും. പ്രൈസ് ഗോഡ്. ഈ മരുഭൂമിയിൽ ശക്തി പ്രാപിച്ച് മടങ്ങിച്ചെന്നിട്ട് അടുത്ത പദം പറയുന്നു, യേശുവിൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ പരന്നു. അപ്പോൾ ചില മരുഭൂമിയുടെ പിന്നിൽ ദൈവശക്തി പ്രാപിക്കാനും ചുറ്റുമുള്ള നാട്ടിൽ അങ്ങയെക്കുറിച്ചുള്ള ശ്രുതി പരക്കാനുമാണ്. അതുകൊണ്ട് മരുഭൂമി തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ, കർത്താവേ, ഈ മരുഭൂമിയിൽ എന്നിൽ ദൈവശക്തി പകരപ്പെടുന്നു, എന്നിൽ ദൈവകൃപ പകരപ്പെടുന്നല്ലോ, ആ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അതിശക്തിയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ മരുഭൂമിയിൽ ജയിച്ചു കയറാനുള്ള ദൈവകൃപയോടെ നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.